നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. വയനാടും ചേലക്കരയും ഇന്ന് ബൂത്തിലേക്ക്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നു. രാവിലെ 7 മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്കാണ് അവസാനിച്ചത്. ചേലക്കരയിൽ 85 പിന്നിട്ട വൃദ്ധരും ഭിന്നശേഷിക്കാരും വീട്ടിൽ വോട്ടിട്ടു. വയനാട് തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം 6 മണി മുതൽ ഇന്ന് വൈകുന്നേരം 6 മണിവരെയായിരുന്നു നിരോധനാജ്ഞ. കനത്ത സുരക്ഷയിൽ മികച്ച പോളിംഗാണ് നടന്നത്. മെഡിക്കൽ കോളേജിലെ നഴ്സുമാർക്ക് ഇനി ആജീവനാന്തകാല അവധി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദീർഘകാലമായി അവധിയിൽ തുടരുന്ന 84 നഴ്സുമാരെ പിരിച്ചുവിടാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ അച്ചടക്ക നടപടി നോട്ടീസും പ്രസിദ്ധീകരിച്ചു. ജോലിയിൽ പ്രവേശിക്കാൻ താൽപ്പര്യമുള്ളവർ 15 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് തീരുമാനം. ഇനി ഒരു അവസരം ഉണ്ടാവില്ല എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 2010 ജനുവരി 6 മുതൽ ഈ വർഷം മാർച്ച് 23 വരെ വിവിധ കാലയളവിലായി സർവീസിൽ ചേർത്തവരാണ് ഇക്കൂട്ടത്തിലുള്ളത്. ജലമലിനീകരണത്തിന് ഇനി പിഴ മാത്രം. 1974 ജലനിയമ ലംഘനങ്ങൾ ക്രിമിനൽ കുറ്റമല്ലാതാകുന്ന ഭേദഗതി പ്രാബല്യത്തിൽ വന്നു. 10,000 രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാനാണ് ഭേദഗതിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാം BJP സർക്കാരിന്റെ കാലത്താണ് ഭേദഗതി ബിൽ ഇരുസഭകളും പാസാക്കിയത്. എന്നാൽ ബിൽ നിയമമാക്കി കഴിഞ്ഞ ദിവസമാണ് വിജ്ഞാപനം ചെയ്തത്. പുഴകളിലും ജലാശയങ്ങളിലും മാലിന്യം ഇടുക, രാസവസ്തുക്കൾ കലർത്തുക, ശുദ്ധജല സ്രോതസ്സുകൾ നശിപ്പിക്കുക തുടങ്ങിയവയ്ക്കാണ് പിഴ ഈടാക്കുന്നത്. എൻട്രൻസ് പരിഷ്കാരം ജനുവരി മുതലെന്ന് മന്ത്രി. രാജ്യത്തെ വിവിധ പ്രവേശന പരീക്ഷകൾ പരിഷ്കരിക്കാനുള്ള നടപടി ജനുവരിയിൽ ആരംഭിക്കണമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. കൂടാതെ പുതിയ രീതിയിലുള്ള എൻട്രൻസ് പരീക്ഷകളും ജനുവരി മുതലാണ് രാജ്യത്ത് നടപ്പാക്കുന്നത്. പിഴവുകളില്ലാതെ എൻട്രൻസ് പരീക്ഷകൾ നടത്താനുള്ള ശ്രമത്തിൽ സംസ്ഥാന സർക്കാരുകളും പൂർണ്ണ പിന്തുണ നൽകേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ബവ്കോയിലെ വനിതാ ജീവനക്കാർക്ക് പോലീസിന്റെ പരിശീലനം. തൊഴിലിടങ്ങളിലെ അതിക്രമങ്ങൾ നേരിടാൻ ബവ്കോയിലെ വനിതാ ജീവനക്കാർക്ക് സ്വയരക്ഷാ പരിശീലനം നൽകാൻ പോലീസിന്റെ പരിശീലനം. എല്ലാ ജില്ലകളിലും ഡിസംബർ 1 നടക്കുന്ന പരിശീലന ക്ലാസ്സിൽ മുഴുവൻ വനിതാ ജീവനക്കാരും പങ്കെടുക്കണമെന്നും ബവ്കോ MD ഹർഷിത അട്ടല്ലൂരി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ ക്ലാസ് കണ്ടു മനസ്സിലാക്കിയാൽ മതിയെന്നും നിർദ്ദേശമുണ്ട്. പരിശീലന ക്ലാസ് ഞായറാഴ്ചയായതിനാൽ 2 മാസത്തിനുള്ളിൽ പകരം അവധിയെടുക്കാൻ അനുമതിയുണ്ട്. കഠിനംകുളത്ത് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം. പോലീസുകാർക്കെതിരെയും ആക്രമണം. പോലീസിനു നേരെ കഠിനംകുളത്ത് ഗുണ്ട ലഹരി മാഫിയയുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 തവണയാണ് പോലീസിനു നേരെ ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ദിവസം MDMA കൈവശം വെച്ച പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ കഠിനംകുളം SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തെ പ്രതി ആക്രമിച്ചു. തുടർന്ന് സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് എത്തിയാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. കൂടുതൽ കേസുകളിലും ലഹരിയാണ് വില്ലന്മാരായി മാറുന്നത്. രക്തസമ്മർദ്ദ പരിശോധന നിർബന്ധമാക്കണമെന്ന നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളുടെ രക്തസമ്മർദ്ദം പരിശോധിക്കാൻ പലപ്പോഴും ഡോക്ടർമാർക്ക് മടിയാണ്. എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് രോഗികൾ ആവശ്യമുള്ളവർക്കെല്ലാം രക്തസമ്മർദ്ദ പരിശോധന നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയത്. രോഗിയുടെ താപനില, രക്തസമ്മർദ്ദം, നാഡീമിടിപ്പ്, ശ്വാസനിരക്ക് എന്നിവ എടുക്കുന്നത് നിർണായകമാണ്. മുൻപ് ഇവ പരിശോധിച്ച ശേഷമാണ് ഡോക്ടർമാർ രോഗവിവരങ്ങൾ ചോദിച്ചറിയുന്നത്. എന്നാൽ ഇന്നിത് കാര്യക്ഷമമല്ലെന്ന പരാതിയെ തുടർന്നാണ് നടപടി. ശബരിമലയിൽ ഇനി സൗജന്യ വൈഫൈ. ഇത്തവണത്തെ ശബരിമല തീർത്ഥാടന കാലത്ത് നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ അരമണിക്കൂർ സൗജന്യമായി ഇന്റർനെറ്റ് കിട്ടുന്ന വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാകും. ദേവസ്വം ബോർഡും BSNLും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണിത്. ഫോണിൽ വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന BSNL വൈഫൈ എന്ന അഡ്രസ്സിൽ നിന്നാണ് സേവനം കിട്ടുന്നത്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ഇത് കൊടുക്കുമ്പോഴായിരിക്കും വൈഫൈ കണക്ട് ആവുന്നത്. കൂടാതെ അരമണിക്കൂർ തീരുമ്പോൾ ഇന്റർനെറ്റ് ചാർജ് ചെയ്യാനുള്ള അവസരവും നൽകുന്നുണ്ട്. BSNLന്റെ പുതിയ സംവിധാനമായ വൈഫൈ റോമിംഗ് 3 ഇടങ്ങളിലും ഉണ്ടാകും. ആരോഗ്യത്തിനു വേണ്ടി കഴിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും മാരക രോഗങ്ങളിലേക്ക് നയിക്കും. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പിടിമുറുക്കുമ്പോൾ മലയാളി കഴിക്കുന്ന പച്ചക്കറികളിൽ 13.33% വിഷമായം. 23 പച്ചക്കറികളിലും 3 പഴവർഗ്ഗങ്ങളിലും ക്രമാതീതമായി കീടനാശിനി കണ്ടെത്തിയിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് അടുത്തിടെ നടത്തിയ പരിശോധനയിൽ 1 ലക്ഷത്തിലധികം പേർക്കാണ് ക്യാൻസർ സാധ്യത കണ്ടെത്തിയത്.
മുടവൻമുകൾ പാലം ഇനി യാഥാർത്ഥ്യമാകും. നീണ്ട 2 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ പാപ്പനംകോടിനെയും മുടവൻമുകളിനെയും ബന്ധിപ്പിച്ച് കരമനയാറിന് കുറുകെയാണ് പാലം വരുന്നത്. 13.60 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണം ഫെബ്രുവരിയോടെ പൂർത്തിയാകുമെന്നാണ് നിഗമനം. കളയിക്കാവിള നെയ്യാറ്റിൻകര ഭാഗത്തു നിന്ന് NH-47 വരുന്നവർക്ക് നഗരക്കുരുക്കിൽപ്പെടാതെ പെട്ടെന്ന് പാപ്പനംകോട് നിന്നും തിരിഞ്ഞ് പൂജപ്പുര, മുടവൻമുകൾ, തിരുമല, പാങ്ങോട് പ്രദേശങ്ങളിലേക്കും കഴക്കൂട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും പോകാൻ കഴിയുന്ന ഷോർട്ട് കട്ടായി പാലം മാറും. പുതിയ ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ച് ഇന്ത്യൻ നാവികസേന. ഇന്ത്യൻ നാവികസേനയുടെ ആവനാഴിയിലേക്ക് പുതിയൊരു ആയുധം കൂടിയെത്തുന്നു. 1000 കിലോമീറ്റർ വരെ ആക്രമണശേഷിയുള്ള പുതിയ കപ്പൽവേധ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിനൊരുങ്ങി ഇന്ത്യൻ നാവികസേന. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി DRDO വികസിപ്പിച്ചെടുക്കുന്ന മിസൈൽ കരയിൽ നിന്നും കടലിൽ നിന്നും തൊടുത്തുവിടാൻ ശേഷിയുള്ളതാണ്. ദീർഘദൂരത്തുള്ള ശത്രുക്കളുടെ യുദ്ധക്കപ്പലുകൾക്കും വിമാനവാഹിനി കപ്പലുകൾക്കും നേരെ ആക്രമണം നടത്തുകയാണ് മിസൈൽ കൊണ്ട് ലക്ഷ്യമിടുന്നത്. റേഷൻ മസ്റ്ററിംഗ് ആപ്പ് പ്രവർത്തന സജ്ജമായി. മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങൾക്ക് മസ്റ്ററിംഗ് അഥവാ KYC അപ്ഡേഷൻ മൊബൈൽ ഫോണിലൂടെ ചെയ്യാൻ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ വികസിപ്പിച്ചെടുത്ത മേര KYC ഫേസ് ആപ്പ് പ്രവർത്തന സജ്ജമായി. റേഷൻ മസ്റ്ററിംഗിന്റെ പ്രവർത്തനങ്ങളും ഉപയോഗിക്കേണ്ട രീതികളും നേരത്തെ തന്നെ തേർഡ് ഐ വിഷൻ വാർത്ത പുറത്തുവിട്ടിരുന്നു. തലസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് ഒരു മരണം. തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് എലിപ്പനി ബാധിച്ച് അസം സ്വദേശി മരിച്ചു. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. തുടർന്ന് ആരോഗ്യ പ്രവർത്തകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൂടാതെ തൊഴിലാളികളായ 2 പേർക്ക് കൂടി പനി ബാധിച്ച് ചികിത്സയിലാണ്. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് എലിപ്പനി. എലികളുടെ വൃക്കയിൽ കാണപ്പെടുന്ന ലെപ്റ്റോസ്പൈറ ബാക്ടീരിയകൾ അവയുടെ മൂത്രത്തിലൂടെയാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. എലിമൂത്രം കുടിവെള്ളത്തിലൂടെയോ മുറിവുകളിലൂടെയോ ഉള്ളിൽ കടക്കുന്നതോടെയാണ് രോഗമുണ്ടാവുന്നത്. കച്ചവട സ്ഥാപനങ്ങളിൽ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പരിശോധന. പെരിന്തൽമണ്ണയിലെ അരി, പലചരക്ക്, പച്ചക്കറി കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഇൻഡോർ മാർക്കറ്റിലെ കച്ചവട സ്ഥാപനങ്ങളിലും സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ലൈസൻസ്, വില നിലവാരം പ്രദർശിപ്പിക്കൽ, അടിസ്ഥാന സൗകര്യങ്ങൾ, അളവ് തൂക്ക യന്ത്രങ്ങൾ, സീൽ പതിക്കൽ എന്നിവയിലൂന്നി പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നിർദ്ദേശാനുസരണമായിരുന്നു പരിശോധന നടത്തിയത്. ആദരാഞ്ജലികൾ. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ MT പത്മ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 1991 K കരുണാകരൻ മന്ത്രിസഭയിൽ ഫിഷറീസ്, ഗ്രാമീണ വികസനം, രജിസ്ട്രേഷൻ മന്ത്രിയും AK ആന്റണി മന്ത്രിസഭയിൽ ഫിഷറീസ്, രജിസ്ട്രേഷൻ മന്ത്രിയുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പൂജപ്പുര ജയിലിൽ കളിക്കളമൊരുങ്ങി. പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിനായി ജയിൽ വളപ്പിൽ നിർമ്മിച്ച കളിക്കളത്തിന് ഉദ്ഘാടനം ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ നിർവഹിച്ചു. സെൻട്രൽ ജയിലിലെ ഗാന്ധി സ്മൃതി വനത്തിന് അഭിമുഖമായി 60 സെന്റ് സ്ഥലത്താണ് വോളിബോൾ കോർട്ടുകൾ, ഡ്രസ്സിംഗ് റൂമുകൾ, പവലിയൻ, ഓപ്പൺ ജിം എന്നിവ ഉൾപ്പെടുന്ന കളിക്കളം നിർമ്മിച്ചത്. ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ ഈ മാസം മുതൽ. കേന്ദ്ര സർക്കാരിന്റെ വയോജന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ ഈ മാസം മുതൽ തുടക്കം. ഇതിനകം 4 ലക്ഷത്തിലധികം പേർ സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. പദ്ധതി നടത്തിപ്പിനായുള്ള കേന്ദ്ര വിഹിതം എത്രയെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലാതിരുന്നതാണ് ഇത്രയും കാലതാമസമുണ്ടാക്കിയത്. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. നെഞ്ചരിച്ചിൽ പരിഹാരം വീട്ടിൽ തന്നെ. നെഞ്ചരിച്ചിൽ കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. അന്നനാളത്തിൽ നിന്നും ഉദരത്തിലെ ആസിഡ് തിരിച്ചൊഴുകുന്നതാണ് എരിച്ചിലിന് കാരണമാകുന്നത്. എന്നാൽ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വീട്ടിലുള്ള ചില വസ്തുക്കൾക്ക് കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം. ഭക്ഷണത്തിന് ശേഷം മോര് കുടിക്കുന്നത് നെഞ്ചരിച്ചിലിനെ പരിഹരിക്കും. ഭക്ഷണശേഷം പെരുംജീരകം ചവയ്ക്കുന്നതും പെരുംജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും ഫലപ്രദമാണ്. ദഹനം മെച്ചപ്പെടുത്താനും അസിഡിറ്റി കുറയ്ക്കാനും ശർക്കരയും നല്ലതാണ്. ഇഞ്ചിയുടെ ഉപയോഗവും നെഞ്ചരിച്ചിലിന് നല്ലതാണ്. ഇഞ്ചി വെള്ളം ഇത്തരം സന്ദർഭങ്ങളിൽ കുടിക്കാം. വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.